2010 ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ചിന്ത വന്നത്. എന്തെങ്കിലും ഒന്ന് പുതുതായിട്ട് ചെയ്യണം. കുടുംബ ബിസിനസ് അനിയനെ ഏൽപ്പിച്ച് പിന്നെ മാംഗോ ബിസിനസ്സിലേക്ക് കടന്നെങ്കിൽ കൂടെ തൃപ്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു ആലോചനയിലാണ് എൻ്റെ പഴയ സ്വപ്നം പൊടിതട്ടിയെടുത്തത്. അച്ഛൻ ഒരു 1982 വാങ്ങിച്ചിട്ടുള്ള ഒരു സ്ഥലം, ഒരു 40 ഏക്കറുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിന്നുള്ള മാങ്ങകൾ വലിച്ച് ഞാൻ നോർത്ത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മാങ്ങ കയറ്റിവിടുമായിരുന്നു. അതിലുള്ള റിസ്ക്കും കഷ്ടപ്പാടുമാണ് ഞാൻ വേറൊരു ബിസിനസ് ചെയ്യണം എന്നുള്ളൊരു ആശയത്തിലേക്ക് തന്നെ അങ്ങനെ ഒരു ചിന്ത തന്നെ വന്നത്. വളരെ കാലം മുന്നേ തന്നെ ഇവിടെ ഒരു റിസോർട്ട് ഉണ്ടാക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും അത് സാധിച്ചില്ല. ഇങ്ങനെയൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉണ്ട് താനും. അന്നും ഇന്നും വില്ലനായി നിന്നത് കാശ് തന്നെയായിരുന്നു. എന്തായാലും ഞങ്ങൾക്കൊരു വീട് വേണം. കാരണം തറവാട്ടിലെ അനിയനും ഞാനും ഉണ്ട്. എന്തായാലും ആരും ഒരാൾ മാറി താമസിച്ചല്ലേ പറ്റുള്ളൂ. എങ്കിൽ നമുക്ക് ഫാമിലൊരു വീട് വെച്ചാലോ, ഒരു ഹോം സ്റ്റേ ആയിട്ട് ആരംഭിക്കാം, മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയും ചെയ്യുമല്ലോ എന്ന് ഞാൻ ഭാര്യ കവിതയോട് പറഞ്ഞു നോക്കി. അവൾ ഓക്കെ പറഞ്ഞു. പക്ഷേ ഒരു കണ്ടീഷൻ പറഞ്ഞു, ഇത് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ടൗണിലൊരു വീടുണ്ടാക്കണം, എന്നിട്ട് അങ്ങോട്ട് മാറണം. ഞാൻ ഒപ്പം തന്നെ ഓക്കെ പറഞ്ഞു. അങ്ങനെ 2013 ഞങ്ങൾ ഫാമിലോട്ട് വീട് വെച്ച് താമസം തുടങ്ങി. ആ വർഷം കുറച്ച് ആൾക്കാരൊക്കെ ഗസ്റ്റായിട്ടൊക്കെ വന്നു തുടങ്ങി. 1-2 വർഷത്തിനുള്ളിൽ തന്നെ അത്യാവശ്യം ഗസ്റ്റുകൾ വരാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്ന 2 റൂം മാത്രം മതിയാവാണ്ടായി. അപ്പോൾ പിന്നെ അതിന് തൊട്ട് ചേർന്നിട്ട് തന്നെ വീണ്ടും വേറെയും ഒരു 4 റൂമുള്ളൊരു കോട്ടേജ് കൂടെ പണിതു. അപ്പോഴൊക്കെ വരുന്ന ഗസ്റ്റിന് വേണ്ടിയുള്ള ഫുഡ് ഉണ്ടാക്കുന്നതെല്ലാം കവിത തന്നെയായിരുന്നു. അത് മാത്രമല്ല അവളുടെ ജോലി. ഞങ്ങളെ ചെറിയ മക്കളെയും നോക്കണം, 2 മക്കളുടെ അവരും നോക്കണം, ഗസ്റ്റിന് വേണ്ട ഫുഡ് ഉണ്ടാക്കണം. ഇതെല്ലാം അവളുടെ ജോലിയായിരുന്നു. ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് വലിയ ടാസ്ക് തന്നെയായിരുന്നു. ശരിക്കും ആദ്യത്തെ 5 വർഷത്തോളം ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് മാംഗോ വില്ലേജിനെ വളർത്തിക്കൊണ്ടുവന്നത്. ഇതിൽ കവിത ഉണ്ടാക്കുന്ന ഭക്ഷണവും പിന്നെ ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെ നടത്തുന്നു, ഇവിടെ നിൽക്കുന്നു എന്നുള്ളത് കൂടിയായിരുന്നു ഫാമിലി ഗസ്റ്റിനെ വീണ്ടും ഇങ്ങോട്ട് വരാനായിട്ട് പ്രേരിപ്പിച്ചതും. അവൻ്റെ റെക്കമെൻഡേഷനിൽ പിന്നെയും ആളുകൾ വന്നുകൊണ്ടിരുന്നു, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നിപ്പം റൂമുകളുടെ എണ്ണം കൂടി, ജോലിക്ക് ആളുകളെ വെച്ചു, കിച്ചണിലൊരു ഒരു പുതിയ ഷെഫുണ്ട്. എങ്കിലും കവിതയുടെ സൂപ്പർവിഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ ഒന്ന് സ്മൂത്തായി പോകുന്നത്. പണ്ട് ഞങ്ങളിവിടെ താമസം തുടങ്ങുന്ന സമയത്ത് വന്യമൃഗങ്ങളൊക്കെ വരുന്നൊരു പ്രദേശമായിരുന്നു ഇവിടെ. ആ സമയത്ത് ഈ വലിയ 45 ഏക്കറോളം വരുന്ന ഈ മാന്തോട്ടത്തിനകത്ത് ഞങ്ങളെ വീട് മാത്രമാണ് ഉണ്ടായിരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഇതെല്ലാം ഇത്രയും സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നത് ഒരാൾക്കൊരു വലിയ പങ്കുണ്ട്. അതാണ് എൻ്റെ കവിത. സത്യത്തിൽ കവിത എന്നൊരു യെസ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ മാംഗോ വില്ലേജ് റിസോർട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇത്രയും വർഷത്തിനുള്ളിൽ 10,000-ഓളം ഗസ്റ്റുകൾ വന്നു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ ആ സന്തോഷ നിമിഷങ്ങൾക്ക് പിന്നിൽ കവിതയുടെ ആ ഒരു യെസ് ഉണ്ട്. എനിക്കറിയാം നിങ്ങളുടെ വിജയത്തിന് പിന്നിലും ഇതുപോലെ ഒരു യെസ് പറഞ്ഞ ഒരാളുണ്ടാവും. ഒരു ദിവസം ആ യെസ് പറഞ്ഞ ആളെയും കൂട്ടി മാംഗോ വില്ലേജിലോട്ട് വരും. ഞാനും കവിതയും മക്കളും നിങ്ങളെ കാത്തിരിക്കുന്നു.